2024 സിനിമാ പ്രേമികൾ കാത്തിരുന്ന അബ്രഹാം ഓസ്ലർ എന്ന് പറയുന്ന ചിത്രം തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ്. അതിൻ്റെ റിവ്യൂ ആണ് നമ്മൾ ചെയ്യുന്നത്. അതിലേക്ക് വരാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അബ്രഹാം ഓസ്ലർ മിഥുൻ മാനുവൽ തോമസ് ആണ് സംവിധാനം ചെയ്യുന്നത്. ജയറാമാണ് ഈ ഒരു ചിത്രത്തിൽ നായകനായിട്ട് എത്തുന്നത്. മമ്മൂക്കയും ഈ ഒരു ചിത്രത്തിൻ്റെ ഭാഗമാണ്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് മമ്മൂക്കയും ജയറാമും ഒരു ചിത്രത്തിൽ ഒന്നിച്ചഭിനയിക്കുന്നത്. കൊച്ചിയിൽ ഈ ഒരു ചിത്രത്തിൻ്റെ ആദ്യ ഷോ അതിരാവിലെ തന്നെ ആരംഭിച്ചു. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ ചിത്രത്തിന് നല്ല റിപ്പോർട്ടാണ് ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഒരു ഇമോഷണൽ ക്രൈം ത്രില്ലർ എന്നാണ് പ്രേക്ഷകർ ഈ ഒരു ചിത്രത്തെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത്. അത്തരത്തിലുള്ള ഫീൽ ഗുഡ് മൊമെന്റ്സിലൂടെ കൊണ്ടുപോകാൻ ഈ ഒരു ചിത്രത്തിന് സാധിക്കുന്നു. നമ്മൾ കണ്ടിട്ടില്ലാത്ത ജയറാമിൻ്റെ ഇരുത്തം വന്ന പെർഫോമൻസ് തന്നെയാണ് ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. 2 മണിക്കൂറും 25 മിനിറ്റുമാണ് ചിത്രത്തിൻ്റെ ദൈർഘ്യം. ഗംഭീര താരനിര തന്നെ ചിത്രത്തിലുണ്ട്. ഈ ഒരു ഫസ്റ്റ് ഹാഫ് പോലെ മികച്ചു നിൽക്കുന്ന ഒരു സെക്കൻഡ് ഹാഫും കൂടെ വന്നു കഴിഞ്ഞാൽ 5-ാം പാതിരയ്ക്ക് ശേഷം അതിൻ്റെ മുകളിൽ വലിയ വിജയം നേടുന്ന സിനിമയായി തീർക്കാൻ മിഥുൻ മാനുവൽ തോമസ് എന്ന സംവിധായകന് സാധിക്കും. മെഗാസ്റ്റാർ മമ്മൂക്കയുടെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് തന്നെ എല്ലാ തിയേറ്ററിലും ഗംഭീര തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. ആരൊക്കെയാണ് ഇന്ന് ഈ ഒരു ചിത്രം കാണുന്നത്? നിങ്ങൾ എവിടെ നിന്നാണ് കാണാൻ ആഗ്രഹിക്കുന്നത്? കണ്ടവർക്ക് നിങ്ങളുടെ അഭിപ്രായം ഇവിടെ പങ്കുവെക്കാം. പടം ഫുൾ കഴിഞ്ഞതിന് ശേഷം ഫുൾ റിവ്യൂ ആയിട്ട് വരാം മൂവി പ്ലസ് മീഡിയ. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.